Hello friends, എന്തൊക്കെയുണ്ട് വിശേഷം? സോ IBPS ക്ലർക്ക് 2024 എക്സാമിനേഷൻ നോട്ടിഫൈഡ് ആയിട്ടുള്ള നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കുമല്ലോ. നമ്മുടെ ടീംമേറ്റ്സ് അക്കാഡമിയുടെ ഫുൾ സപ്പോർട്ടോട് കൂടിയിട്ട് നമുക്ക് പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. സോ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഡീറ്റെയിൽ നോട്ടിഫിക്കേഷനിലൊന്ന് നോക്കാം. ഫസ്റ്റ് ഡേറ്റ് വന്നിട്ട് ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി 1/7/2024 ടിൽ 21/7 ആണ്. ആൻഡ് ദെയർ ആഫ്റ്റർ ഓൺലൈൻ പ്രിലിമിനറി എക്സാമിനേഷൻ വന്നിട്ട് ഓഗസ്റ്റ് 2024 ഡേറ്റ് ടെൻറ്റേറ്റീവ് ആണ്, ഇതുവരെ വന്നിട്ടില്ല. ആൻഡ് ഓൺലൈൻ മെയിൻ എക്സാമിനേഷൻ വന്നിട്ട് ഒക്ടോബർ 2024 ആണ്. സോ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വന്നിട്ട് ആസ് യൂഷ്വൽ ഗ്രാജുവേഷൻ ആണ്. ആൻഡ് ഫൈനൽ റിസൾട്ട് ഓഫ് ദ ഗ്രാജുവേഷൻ ഇറ്റ് ഷുഡ് ഹാവ് ബീൻ ഡിക്ലെയർഡ് ഓൺ ഓർ ബിഫോർ 21/7/2024. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നെക്സ്റ്റ് ഇസ് കമ്പ്യൂട്ടർ ലിറ്ററസി. കമ്പ്യൂട്ടർ നോളജ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് മാൻഡേറ്ററി ആയിട്ട് വേണ്ട ഒരു കാര്യമാണ്. സോ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഏജ് ലിമിറ്റ് ഓഫ് ദ കാൻഡിഡേറ്റ്സ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ബിറ്റ്വീൻ 20 and 28 years ആണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് ബീൻ ബോൺ നോട്ട് ഏർലിയർ ദാൻ 2/7/1996 ആൻഡ് നോട്ട് ലേറ്റർ ദാൻ 1/7/2004. ബോത്ത് ഡേറ്റ്സും ഇൻക്ലൂസീവ് ആണ്. നെക്സ്റ്റ് ഇസ് ഏജ് റിലാക്സേഷൻ ഓഫ് അപ്പർ ഏജ് ലിമിറ്റ്. SC/ST കാറ്റഗറിക്ക് വന്നിട്ട് 5 years ആണ്. OBC 3 years, PWBD candidates വന്നിട്ട് ഇറ്റ് ഇസ് 10 years. നെക്സ്റ്റ് ഫീ ഡീറ്റെയിൽസിലോട്ട് കടക്കുമ്പം ₹850 ആണ് ഫോർ ഓൾ അതേഴ്സ് ആൻഡ് ₹175 ഫോർ SC/ST, PWBD, ESM ആൻഡ് DESM കാൻഡിഡേറ്റ്സ്. ലാസ്റ്റ് ഡേറ്റ് ഫോർ ഫീ പേയ്മെന്റ് വന്നിട്ട് 21/7/2024 ആണ്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് ദ എക്സാമിനേഷൻ ആണ്. ബേസിക്കലി ഈ പ്രിലിംസ് എക്സാമും മെയിൻസ് എക്സാമും വന്നിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് തന്നെയാണ്. ആൻഡ് 3 സബ്ജക്ട്സ് ആണ് ടോട്ടലി ഉണ്ടാവുക: ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ എബിലിറ്റി ആൻഡ് റീസണിങ് എബിലിറ്റി. ഇംഗ്ലീഷിലോട്ട് വരുമ്പം 30 ക്വസ്റ്റ്യൻസ് ആണ്, മാക്സിമം 30 മാർക്സ് ആണ്. സോ 20 minutes ആണ് അലോട്ടഡ് ടൈം. ന്യൂമറിക്കൽ എബിലിറ്റിയിലോട്ട് വരുമ്പം 35 questions of 35 marks and 20 minutes. ആൻഡ് ഫൈനലി റീസണിങ് എബിലിറ്റിയിലോട്ട് വരുമ്പം 35 questions of 35 marks, 20 minutes ആണ്. സോ ഫൈനലി ടോട്ടൽ 100 മാർക്സ് ആണ്. 100 questions, 100 marks, ടൈം അലോട്ടഡ് 60 minutes ആണ്. ആൻഡ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 0.25 മാർക്കാണ് ഫോർ ഈച്ച് റോങ് ആൻസർ വന്നത്. ആൻഡ് പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ജസ്റ്റ് ഇൻ ക്വാളിഫയിങ് നേച്ചർ എക്സാം ആണ്. സോ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന മെയിൻസ് എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഒബ്ജക്റ്റീവ് ടെസ്റ്റ് തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ. ടോട്ടൽ വന്നിട്ട് 4 സബ്ജക്ട്സ് ആണുള്ളത്: ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ്, റീസണിങ് എബിലിറ്റി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. സോ ജനറൽ ഓർ ഫിനാൻഷ്യൽ അവയർനെസ്സിലോട്ട് വരുമ്പം ടോട്ടൽ 50 questions ആണ്, 50 മാർക്സ് ആണ്. ആൻഡ് അലോട്ടഡ് ടൈം എന്ന് പറയുന്നത് 35 minutes ആണ്. ആൻഡ് ഇംഗ്ലീഷിലോട്ട് വരുന്ന സമയത്ത് 40 questions തന്നെ, 40 മാർക്സ് ആണ് ആൻഡ് 35 minutes ആണ് അലോട്ടഡ് ടൈം. റീസണിങ് എബിലിറ്റിയിലോട്ട് വരുമ്പം 50 questions ആണ്, 60 മാർക്സ് ആണ്. അലോട്ടഡ് ടൈം എന്ന് പറയുന്നത് 45 minutes ആണ്. ഫൈനലി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലോട്ട് വരുമ്പം 50 questions ആണ്, 50 മാർക്സ് ആണ്. അലോട്ടഡ് ടൈം 40 minutes ആണ്. സോ ടോട്ടൽ വരുന്നത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ട് 190 ആണ്. മാക്സിമം മാർക്സ് വന്നിട്ട് 200 ആണ്. ആൻഡ് ഫൈനലി ടൈം ലിമിറ്റ് വന്നിട്ട് 160 minutes ആണ്. സോ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു വേറൊരു കാര്യം, ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു ഫാക്ടറി എക്സാമിനേഷൻ ഇല്ല. മെയിൻസോട് കൂടി നമ്മുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യപ്പെടുന്നതായിരിക്കും. അടുത്തായിട്ട് നമ്മൾക്ക് വേക്കൻസി ഡീറ്റെയിൽസിലോട്ട് കടക്കാം. വേക്കൻസി ഡീറ്റെയിൽസ് വന്നിട്ട് കേരളത്തിൽ ജനറൽ കാറ്റഗറിയിൽ 41 ആണ്, SC കാറ്റഗറി 11, ST 1, OBC 46 ആൻഡ് ഫൈനലി EWS കാറ്റഗറിയിലോട്ട് വരുമ്പം 7 ആണ്. ടോട്ടൽ 106 വേക്കൻസീസ് ആണ് കേരളത്തിൽ മാത്രമുള്ളത്. ആൻഡ് കമ്മിങ് ടു കർണാടക 191 ആണ് ജനറൽ വേക്കൻസി. SCക്ക് വരുമ്പം 75 ആണ്, ST 39, OBC 108 ആൻഡ് EWS 44 ആൻഡ് ഫൈനലി ടോട്ടൽ വന്നിട്ട് 457 ആണ്. തമിഴ്നാട്ടിലോട്ട് വരുമ്പം 285 ആണ് ജനറൽ കാറ്റഗറിക്ക്. SCക്ക് വന്നിട്ട് 143 ആണ്, ST 3, 177 ഫോർ OBC, EWSന് വന്നിട്ട് 57 ആണ്. ഫൈനലി ടോട്ടൽ വന്നിട്ട് 665 ആണ്. സോ ഇതൊക്കെയാണ് ഡീറ്റെയിൽസ് ഓഫ് ദ ബാങ്ക്. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ വന്നിട്ടുള്ള എല്ലാ ബാങ്ക്സിന്റെ ഡീറ്റെയിൽസ് ആണ്. സോ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. സോ ഇനി നമ്മൾ നോക്കുന്നത് എന്തൊക്കെ പ്രിഫറൻസസ് ഉപയോഗിച്ചിട്ടാണ് ഓരോ കാൻഡിഡേറ്റ്സും ബാങ്ക്സ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ആദ്യമായിട്ട് പറയുമ്പം പേഴ്സണൽ ലൈക്നെസ്, ഒരാളുടെ പേഴ്സണൽ ഇൻഡിവിജ്വൽ ലൈക്നെസ് ഉപയോഗിച്ചിട്ട് നമുക്ക് നോക്കിയിട്ട് ബാങ്ക് ചൂസ് ചെയ്യാം. ആൻഡ് ദെയർ ആഫ്റ്റർ വേക്കൻസീസ് എത്രയാണോ അതനുസരിച്ചിട്ട് ചൂസ് ചെയ്യാം. ആൻഡ് ഫൈനലി കേരളത്തിൽ കൂടുതൽ ബ്രാഞ്ചസ് ഉള്ളതുകൊണ്ട് തന്നെ ദർ ഇസ് എ ഹൈ ചാൻസ് ദാറ്റ് യു മേ ഗെറ്റ് എ പോസ്റ്റിംഗ് ഇൻ യുവർ ലോക്കൽ ഏരിയ ഇൻ ഫ്യൂച്ചർ. ആൻഡ് ഫൈനലി ദ വർക്ക് കൾച്ചർ ഓർ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഓഫ് ദ ബാങ്ക് ആൻഡ് കരിയർ ഗ്രോത്ത് ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ബാങ്കിൽ നമുക്ക് ജോബ് നേടാനായിട്ട്. അടുത്തതായിട്ട്
LPT എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് എല്ലാ ബാങ്ക്സും കണ്ടക്ട് ചെയ്യാറുണ്ട്, വിച്ച് ഇസ് ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ്. സോ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് അഥവാ LPT എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ടെസ്റ്റ് കണ്ടക്ടഡ് ടു അസർടൈൻ ദ ലാംഗ്വേജ് പ്രൊഫഷൻസി ഓഫ് ദ കാൻഡിഡേറ്റ്സ്. സോ റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് ഓഫ് ദ സ്റ്റേറ്റ് ഫോർ പ്രൊവിഷണലി അലോട്ടഡ് കാൻഡിഡേറ്റ്സ്. സോ ഇത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്, എല്ലാവർക്കും പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ദർ ഇസ് നത്തിങ് ടു ബി വറീഡ് അബൌട്ട് ഇറ്റ്. ആൻഡ് നെക്സ്റ്റ് കമ്മിങ് ടു ദിസ് ഇസ് EWS കാറ്റഗറി എന്താന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആണ്. സോ പ്ലീസ് ഡു ടേക്ക് എ സ്ക്രീൻഷോട്ട് ഇഫ് റിക്വയർഡ്. ആൻഡ് കമ്മിങ് ടു ദ ക്രെഡിറ്റ് ഹിസ്റ്ററി, എല്ലാ കാൻഡിഡേറ്റ്സും ഒരു പ്രോപ്പർ ആയിട്ടുള്ള സിബിൽ സ്കോർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. സിബിൽ സ്റ്റേറ്റസ് ഓഫ് ദ കാൻഡിഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈനലി, കാൻഡിഡേറ്റ് വിത്ത് നോ ബാങ്ക് അക്കൗണ്ട് ഷെൽ നോട്ട് ബി റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ദ സിബിൽ സ്റ്റേറ്റസ്. സിബിൽ സ്കോർ റിക്വയർമെൻറ്റ് ഇസ് നോട്ട് എ പ്രീ കണ്ടീഷൻ അല്ല അപ്ലൈ ചെയ്യാനായിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞതിൽ വെച്ചിട്ട് IBPS ക്ലർക്ക് നോട്ടിഫിക്കേഷൻ എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഇനി കൂടുതൽ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. താങ്ക് യു.